ഇടിക്കാൻ പഠിപ്പിച്ച ആളാണ് ഇവിടെ ഇരിക്കുന്ന ജോസ്. 5 പേരെ ഐസിയു കിടക്കണേ, ഒരെണ്ണത്തിന്റെ പോലും സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈ നടനോട്. കാരണം നമ്മുടെ മുന്നിൽ വളർന്നു വന്ന നടനാണ്. ആദ്യം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങി, അതിനുശേഷം നായകനായി, പിന്നീട് ഡയറക്ടറായി, ഇപ്പോഴത്തെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജോജു ജോർജ്, the power pack performer, and here he is joining us on stage at the pre-release event of the movie വരവ്. അപ്പോൾ എനിക്കറിയാം ട്രെയിലർ കണ്ടു കഴിഞ്ഞ് നമ്മൾ എല്ലാവരും വളരെ വളരെ എക്സൈറ്റഡ് ആണ് ജോർജ് ചേട്ടനെ ഒരു ഫുൾ ഓൺ ആക്ഷൻ റോളിൽ കാണാനായിട്ട്. കാരണം ജോർജ് ചേട്ടന്റെ ഇടിയുടെ പഞ്ച്, ഇടിയുടെ പവർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലാണ്. അപ്പം എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ച് ഞങ്ങളോട് പറയാനായിട്ടുള്ളത്? എന്നെ ഇടിക്കാൻ പഠിപ്പിച്ച ആളാണ് ഇവിടെ ഇരിക്കുന്ന ജോസ്. കാരണം ഞാൻ കളറൊക്കെ ചെയ്ത് നരച്ച മുടിയൊക്കെ ജോസഫ് അഭിനയിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് പൊളിഞ്ഞു ആക്കി. അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും രേഖയുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വേഷം എന്നെ വെച്ച് ചെയ്ത് എനിക്ക് ധൈര്യം തന്ന ജോസാണ്. അതിനുശേഷം ഹാൻഡിൽ ചെയ്തു. ഇനി അടുത്തത് പറയാനുണ്ടെങ്കിൽ ജോസ് സാറിന്റെ സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷായി സാറിന്റെ ബാബ കല്യാണി എന്നുള്ള സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അതിൽ ലാലേട്ടനെ ക്ലോസ് റേഞ്ചിൽ കണ്ടത് ആ പടത്തിൽ വെച്ചിട്ടാണ്. അതിനു മുമ്പ് വല്യേട്ടൻ എന്നുള്ള സിനിമയുടെ സെറ്റിന്റെ പുറത്തു നിന്ന് ഷൂട്ടിംഗ് കാണാനുള്ള അവസരം ഉണ്ടായി. അവിടുന്ന് ഇവിടെ നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ എന്താ പറയാ, ഇതിന് പറയാൻ വലിയ അനുഗ്രഹം വേറെ ഇല്ല. ഇത്രയും വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്, പറ്റാവുന്ന അത്ര ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. കാരണം ഇവരുടെ പോലെ തന്നെ ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ എല്ലാവരെയും പോലെ സന്തോഷിക്കുന്നു. താങ്ക് യു ഷായി സാർ, പ്രൊഡ്യൂസർ സാഞ്ചേട്ടനായിട്ടൊക്കെ ഒരു 10-30 വർഷമായിട്ടുള്ള ബന്ധമാണ്. തുടങ്ങിയ കാലം മുതൽ അന്ന് മുതൽ കരുതലോടുകൂടി നമ്മൾ നോക്കിയത്. നന്ദി. അപ്പോൾ എല്ലാവരോടും വരവ് ഒരു വരവായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ട്രീറ്റ് ആയിരിക്കും. താങ്ക് യു സോ മച്ച്. ചില പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരേ ഒരു മുഖമായിരിക്കും വരിക. അത്തരത്തിലുള്ള ഒരു പേരുകാരൻ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. വെറും 2 അക്ഷരം മാത്രമുള്ള ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇദ്ദേഹത്തിന്റെ മുഖം മാത്രമാണ് വരുന്നത്. അതിന്റെ കാരണം തീർച്ചയായും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളും മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസുമാണ്. And now, ladies and gentlemen, it is almost time for us to welcome him on stage. ഈ സമയം വരവെന്ന സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് പൊന്നാടെ അണിയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഷാജി കൈലാസ് സാറിനെ ആദരിക്കുകയാണ്. Ladies and gentlemen, let's have a big round of applause. നിറഞ്ഞ കൈയ്യടി നൽകി നമുക്ക് എല്ലാവർക്കും മനോഹരമായ നിമിഷത്തിന്റെ ഭാഗമാവാം. Here we are recognizing and honoring the iconic director ഷാജി കൈലാസ്. രണ്ടാമത്തെ ഫിലിമാണ് വരവ്. ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒരു ആക്ഷൻ പടം ചെയ്യാം. അപ്പോൾ വന്ന ഷാജി സാറെ ജോഷി സാറ് യൂട്യൂബായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ സാറിൻ്റെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് ഇതിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഷാജി സാറിനെ മീറ്റ് ചെയ്തു. സാറെ എനിക്ക് അനുകൂലമായ രീതിയിൽ നമുക്ക് നന്നായിട്ട് ചെയ്തിട്ട് പറയാം. വരവ് സഹായിക്കാറുള്ളൂ. ഒന്നെങ്കിൽ എനിക്ക് അത് മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് നല്ല രീതിയിലെത്തും. ഇവിടെ വരെ നല്ല രീതിയിലാണ് ഒരുവിധ സാഹചര്യങ്ങളൊക്കെ വന്നാലും അത് സാറ് തന്നെ അതെല്ലാം ഏറ്റെടുത്ത് നമ്മളെ റിലീസിങ്ങിന്റെ 14-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. റിലീസിങ്ങിന്റെ അവിടെ വരെ എത്തിച്ചതിന്റെ മുഖ്യ കാരണം എന്റെ ഡയറക്ടർ ഷാജി സാറാണ്. അതിനോടൊപ്പം തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് റൈറ്ററായ സാജൻ സാർ. മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു എഴുത്തുകാരൻ, കുറ്റാന്വേഷണ കഥകളുടെ രാജാവ്,
the creator of the CBI series, the creator of iconic characters like Sethuramaiyyar, CBI, and Sagar Ilyas Jackie. ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം SN സ്വാമി സർ. മലയാള സിനിമയുടെ ഒരു ഇതിഹാസമാണ് വേദിയിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നത് AK സാജൻ സാറാണ്. നേരത്തെ പറഞ്ഞതുപോലെ AK സാജൻ സാറും ഷാജി കൈലാസ് സാറും ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ് SN സ്വാമി സർ. എത്ര മനോഹരമായ ഒരു നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ശിഷ്യൻ ഗുരുവിന് പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. ദിസ് ഇസ് എ സൈൻ ഓഫ് ഓൾ our respect. SN സ്വാമി സർ, തീർച്ചയായും സാറിന് വളരെയധികം അഭിമാനവും സന്തോഷമുള്ള ഒരു സമയമാണ്. കാരണം 2 ശിഷ്യർ ഒരുമിക്കുന്ന ഒരു സിനിമ റിലീസ് ആവാൻ പോവാണ്. AK സാജൻ സാറും ഷാജി കൈലാസ് സാറും. അപ്പൊ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? അവരുടെ മുഖത്തെ സന്തോഷം ഈ സിനിമ കാണുമ്പോൾ എല്ലാവരിലും ഉണ്ടാവും. ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും അല്ലാതെ ഡിസ്കഷൻ നിൽക്കുമ്പോഴൊക്കെ ഷാജിയും ഷാജനായിട്ടൊക്കെ സംസാരിച്ചതുണ്ട്. അന്ന് അവർ എന്നോട് പറഞ്ഞ പല സംഭവങ്ങളും എനിക്ക് തന്നെ അന്ന് വളരെ ഇതുണ്ടാക്കിയത് സന്തോഷം ഉണ്ടാക്കിയത് പോലെ സിനിമയിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയായി. കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷം മലയാളികൾ കാണാൻ പോകുന്ന നല്ലൊരു ആക്ഷൻ ത്രില്ലർ ഒപ്പം ഒരു നല്ലൊരു കഥയും ഉൾപ്പെട്ടതാണ് വരത് എന്ന സിനിമ. അതിലാണ് സംശയമുണ്ട്. എൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാം ഇപ്പൊ വളരെയധികം വൈറലായി വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ കൂടിയാണ്. മലയാളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ കല്യാണിയായി മാറിയിരിക്കുകയാണ്. Ladies and gentlemen, with a big round of applause, let's welcome the very young and talented actress Sania Ayyappan. വരവില് വളരെ ഒരു ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ കൂടെയാണ്. അത് കിടന്നതിന് ഷാജി സാറിനോട് ഒരുപാട് നന്ദി. ആൻഡ് ഒന്നുമില്ല പറയാൻ, എല്ലാവരോടും തിയേറ്ററിൽ പോയി സിനിമ കാണാം. ആൻഡ് ജൂലൈ 16 വരെയാണ്. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫൈനലി നിങ്ങളുടെ അടുത്തേക്ക് വരുവാണ്. സോ നമ്മളുടെ സൈഡുകളിൽ എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് നമ്മളുടെ സിനിമ കാണാം. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരം അർജുൻ അശോകനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. സാനിയുടെ സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്താണെന്നറിയില്ല, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അർജുനെ. വളരെ ലൈക്കബിൾ ആയിട്ടുള്ള വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അർജുൻ്റെത്. അത് മാത്രമല്ല, he is definitely one of the most versatile actors of this generation. Arjun Ashokan on stage. So Arjun, ഷാജി കൈലാസ് സാറിന്റെ കൂടെ ഉള്ള 2ാമത്തെ സിനിമയാണ്. പല ആക്ടേഴ്സിന്റെ ഭാഗ്യമാണ്, പ്രാർത്ഥനയാണ്, ആഗ്രഹമാണ് ഒരു സിനിമയെങ്കിലും കിട്ടണമെന്ന്. ഇവിടെ 2ാമത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോ എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാജി സാറിന്. ഒരു വലിയ അപ്പത്തൊക്കെ ഓടി വന്നു അങ്ങനെ ചെയ്യാൻ. എന്തെങ്കിലും ചെറിയ പ്രശ്നമുള്ള വിഷയമാരും എനിക്ക് ഷാജി സാറായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ അല്ലെങ്കിൽ ആ രീതിയിലുണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇപ്പൊ ഏത് റോൾ എന്നാലും ഞാൻ ഏറ്റെടുക്കും. പക്ഷെ അടുത്ത പടത്തിൽ എനിക്കൊരു ഫൈറ്റ് സീൻ വേണം. അത് മാത്രമുള്ള പിന്നെ എനിക്കുള്ള നമ്മുടെ സ്വന്തം ആൾക്കാരെല്ലാവരും ദീപക്കേട്ടൻ, അസീസ് ഖാ, പിന്നെ ബോബിച്ചേട്ടൻ, പിന്നെ ജോജോട്ട്, പിന്നെ ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ അതല്ലാണ്ട് തന്നെ ഭയങ്കര നല്ലൊരു അടിപൊളി കമ്പനിയാണ്. എനിക്ക് ഞാൻ മറക്കാത്ത കാര്യം എന്ന് വെച്ചാൽ എന്റെ കല്യാണത്തിന് എനിക്ക് ഷർട്ട് തന്നിട്ടില്ല ആ സമയത്ത്. അപ്പൊ വളരെ സന്തോഷം. പിന്നെ രാജേട്ടൻ കൂടെ കുറെ പടയും അങ്ങനെ. അത് എന്താ പറയുന്നത് ആക്ച്വലി അറിയപ്പെടാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഒരു വരവാകട്ടെ ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന വ്യക്തി നമ്മുടെ എല്ലാവരുടെയും മറ്റൊരു ഫേവറേറ്റ് ആക്ടറാണ്. ഒരുപാട് സിനിമകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയെടുത്ത വ്യക്തിയാണ്. ഒന്നോടെ എല്ലാവരും നന്നായിട്ടുള്ള കൈവരിച്ചപ്പോൾ ദീപക് വരുമ്പോൾ. So Deepak, already AK Sajan sir പറഞ്ഞു അടിപൊളിയായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദ മൂവി. അപ്പൊ എന്താണ് ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ചും ബോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിന് സന്തോഷം തീർച്ചയായും ഷാജി കൈലാസ് പടത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അത് ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ സമയത്ത് ഒരു സിഗരറ്റ് സ്ലോ മോഷനിൽ വലിക്കുന്ന ഷോട്ട് ഭയങ്കര സന്തോഷം. സ്ലോ മോഷനിൽ വലിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതിനൊരു
സന്തോഷമുണ്ടായിരുന്നു. കാരണം പണ്ട് നരസിംഹമൊക്കെ ഇറങ്ങിയിട്ട് അച്ഛന്റെ കാലിൽ 5-4 നഖം വെട്ടിത്തരാന്നൊക്കെ പറഞ്ഞ ഡയലോഗൊക്കെ ആ ഫുൾ ഡയലോഗ് എനിക്ക് അറിയായിരുന്നു. അപ്പൊ അത് ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സിനിമയിൽ പഠിച്ച ഡയലോഗുകൾ എനിക്ക് കുറെയൊക്കെ സിനിമയിൽ എത്തിയപ്പോൾ കുറെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. സന്തോഷം. വരവ് കഴിഞ്ഞ പിന്നെ ഭയങ്കര ചെലവാണ്. അപ്പോ ഞാൻ കുറെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാറെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാർ പരിഗണിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ചെലവാണ് വരവ് കഴിഞ്ഞ പിന്നെ. അപ്പോ വീണ്ടും വരവിനായി വെയിറ്റ് ചെയ്യുന്നു. വരവ് എന്തായാലും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാവട്ടെ. എന്നാലും എനിക്കും വരവ് വരുള്ളൂ. വരൂല്ലേ? വരും. തീർച്ചയായിട്ടും ഓക്കെ, വരും. താങ്ക് യു. ഈ ഒരു സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൈന മ്യൂസിക് ആണ്. ഈ സമയം സൈന മ്യൂസിക്കിൽ നിന്ന് ആഷിഖിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Inviting Mr. Ashik from Saina Music on stage to speak a few words about the music of this movie. Saina Music നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. വരവിൽ ഒരു പാട്ട് ഞങ്ങൾ ഓൾറെഡി കേട്ടു, അതിമനോഹരമായ ഗാനം. ബാക്കി പാട്ടുകളെ കുറിച്ചൊക്കെ എന്താണ് പറയാനായിട്ടുള്ളത്? Thank you for inviting me for the event. So കഴിഞ്ഞ 40 വർഷമായി ഇവിടെയുള്ള എല്ലാ ഡയറക്ടേഴ്സിന്റെയും സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ വരവിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഞങ്ങളുടെ ഇന്റർവ്യൂ വന്നത്. There has been very good songs from MG sir and Sam CS has done the very best recently. So all the best for this movie and the music part of it. Thank you. നമസ്കാരം. 1989 ഷാജിയുടെ ആദ്യത്തെ ഫിലിം ദി ന്യൂസ്. അതിനകത്ത് ഞാനാണ് പാടിയത്. ആ ബന്ധം തുടർന്ന് 2026 വരവ് ഈ ചിത്രത്തിലും എനിക്ക് 2 പാട്ടുണ്ട്. ഇതൊരു മെലഡി സോങ് ആണ്. മെലഡി എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ സോങ് ആണ്. പിന്നെ ആസ് യൂഷ്വൽ മുരുകന്റെ ഒരു പാട്ട് എനിക്ക് കാണുമല്ലോ. ആ മുരുകന്റെ ഒരു പാട്ടും ഉണ്ട് ഇതിനകത്ത്. ഒരു സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. സാം CS ആണ് RDXന്റെ മ്യൂസിക് ഡയറക്ടറാണ് ഇതിന്റെ സംഗീത സംവിധായകൻ. അപ്പൊ ഇത് എന്നെ കൊണ്ട് പാടിച്ച ഷാജിക്കും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനും പിന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് സാജനും എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. ഒരുപാട് ആരാധിച്ചിട്ടുള്ള, ഒരുപാട് പിന്നാലെ സഞ്ചരിച്ചിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ അതിനുള്ളൊരു നന്ദി ആദ്യം അറിയിക്കുകയാണ്. ഈശ്വരനോടുള്ള നന്ദി അറിയിക്കുകയാണ്. എന്നെ എല്ലാ കാലത്തും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള 2 മഹാന്മാരായ സംവിധായകരാണ് ജോഷി സാറും ഷാജി സാറും. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പടത്തിന്റെ ലോഞ്ചിൽ ഒരു ആശംസ അറിയിക്കാൻ കഴിയുന്ന വലിയ കാര്യമാണ്. അത് എന്റെ പ്രിയപ്പെട്ട ജോച്ചേട്ടൻ്റെ സിനിമ കൂടിയാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഈ സിനിമ എല്ലാവർക്കും അറിയാം, ഒരു കോർപ്പാക്ട് ആക്ടറാണ് ജോർജ്. അത് കുറച്ചു മറിയത്തിലൂടെയായാലും ഞാൻ എപ്പോഴും ജോർജിനോട് പറയും, ചേട്ടാ കുറച്ച് ഇമോഷൻസ് ഉള്ള കഥകൾ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കുറച്ചുകൂടെ ആക്ഷൻ ഓറിയന്റഡ് സിനിമകൾ ജോർജേട്ടൻ ചെയ്യണം. കാര്യം ജനങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊന്നും തന്നെ ശരി ഈ ആക്ഷനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന നടൻ ഇന്നിപ്പോ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടോ എന്നൊരു സംശയമാണ്. അപ്പൊ അത്ര മികച്ച രീതിയിലാണ് അദ്ദേഹം തന്റെ ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. ആ ആക്ഷനെ മലയാളത്തിന്റെ ആക്ഷൻ രംഗങ്ങളിൽ നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഷാജി സാർ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായ ഒരു സിനിമയായി വരവ് മാറും. ജോച്ചേട്ടന്റെയും ഷാജി സാറിന്റെയും ഒരു മികച്ച വരവ് തന്നെയായി ഈ സിനിമ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ സിനിമയിൽ വർക്ക് ചെയ്ത മറ്റു 2 നടന്മാർ ബാലാജിയേട്ടനും സീസും ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും 1000 ആശംസകൾ പ്രാർത്ഥനകളൊക്കെ നേരുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ പ്രിയ നായിക ശ്രുതി ലക്ഷ്മിയെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എന്തൊരു പെർഫോമൻസ് ആയിരുന്നല്ലേ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വലിയൊരു കൈയ്യടി നൽകി നമുക്ക് ശ്രുതി ലക്ഷ്മിയെ സ്വാഗതം ചെയ്യാം. പെർഫോമൻസ് എന്ന സോങ്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ബഹുമാനിക്കുന്നത് ജോഷി സാർ, ഷാജി സാർ, ജോഷി ഉണ്ട്, എല്ലാവരും MG സാർ. ആസ് എൻ ആർട്ടിസ്റ്റ്
ഞാൻ ഷാജി സാറിന്റെ ഒക്കെ ഒരു എന്താ പറയാ ഒരു ഫ്രെയിമിൽ വരാൻ കൊതിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സോങ്ങിലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കി സോങ് എനിക്ക് അത്രയും ഞാൻ ഷാജി സാറിനെ ഫസ്റ്റ് കണ്ടപ്പോൾ സാറിന്റെ ഒരു ഫ്രെയിമിൽ ഒരു ക്ലോസ് കിട്ടാന്ന് പറഞ്ഞത് ഒരു അഭിനേതാവെന്ന രീതിയിൽ അത് വലിയൊരു ഭാഗ്യമാണ്. താങ്ക് യു സോ മച്ച്. ജോർജ് സാറിന്റെ സിനിമകളെ എന്റെ അമ്മക്ക് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ജോർജ് സാറിനെ കണ്ട് ഞാൻ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടുണ്ട്. സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും സോങ് അല്ലെ നമ്മള് പണ്ടൊക്കെ പാട്ടുകൾ ഹിറ്റായാൽ സിനിമ ഹിറ്റായി എന്നാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കാണുന്നത് പാട്ടുകളാണ്. പ്രത്യേകിച്ച് എനിക്ക് ഞാനൊരു ഡാൻസറായിരുന്നു. സാനിക്ക് ഭയങ്കര ഡാൻസറാണ്. അപ്പം നമുക്കൊക്കെ സ്റ്റേജിൽ ഡാൻസ് ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ പറഞ്ഞതാണ് ഇനി കുറെ നാളത്തേക്ക് എനിക്ക് ഡാൻസ് ചെയ്യാനായിട്ടൊരു പാട്ട് കിട്ടിയത്. അപ്പം ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു പാട്ടില് അതില് എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു. ചേട്ടാ ഷാജി സാർ ആൻഡ് ക്യാമറ സാർ എന്ത് രസം കാണാൻ. ഫ്രെയിംസ് ഒരു രക്ഷയില്ല. ഇതൊരു കളർഫുൾ ആണ്. കുറെ നാളുകൾക്ക് ശേഷം തോന്നിക്കുന്ന ഒരു സോങ്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. ഈ സമയം സാനിയെയും ദീപകിനെയും ആശുചേട്ടനെയും കൂടി സെന്റർ സ്റ്റേജിലേക്ക് ഇപ്പോഴാണ്. ശുദ്ധലക്ഷ്മി മൂവത്ത് സുധീനെ ഞങ്ങൾക്ക് ഇവിടെ വേണം. 4 പേരും സെന്റർ സ്റ്റേജിലേക്ക് ഒന്ന് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എന്തിനാണ് വിളിച്ചത് ഏകദേശം മനസ്സിലായി 4 പേർക്കും. ഞങ്ങൾ പാട്ട് ഒന്നുകൂടി പ്ലേ ചെയ്യാൻ പോവാണ്. ഇറ്റ് ഈസ് എ ഹംബിൾ റിക്വസ്റ്റ്. 4 പേരും കൂടി നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഒന്ന് ഡാൻസ് ചെയ്യണം. ശ്രുതി is going to lead. So can you please have the song once again? Side Sanya and Shubhalakshmi, ladies and gentlemen, the very represented actresses and dancers, Sanya and Shubhalakshmi on stage. Thank you so much, Shubhalakshmi and Sanya Ayyappan. ഈ അവസരത്തില് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് 100% ഈ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് വരുന്ന ഓരോ ഓഡിയൻസിനും ഉറപ്പായിട്ടും അവരുടെ 100% സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ തന്നെ തിയേറ്ററിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ മിക്സിങ്ങും ഫൈനൽ പ്രൊഡക്റ്റ് കണ്ട കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും ചിത്രം തീർച്ചയായും നല്ലൊരു ഔട്ട്പുട്ട് തിയേറ്റർ തരും. ഓൾ ഇന്ത്യ 402 സ്ക്രീൻസാണ് ഇന്ത്യയിൽ മാത്രമുള്ളത്. ഓവർസീസിൽ ആകുമ്പോൾ 600-ന് മുകളിൽ സ്ക്രീനിലാണ് ഈ ചിത്രം ഈ 14-ാം തീയതി തിയേറ്ററിൽ എത്തുന്നത്. അപ്പൊ എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് ഇതിനുവേണ്ടി അറിയിക്കുന്നു. ശ്രീ ഗോകുല മൂവീസ് വളരെ ഒരു മികച്ച വിതരണം ശൃംഖലയാണ് ഇതിനുവേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. ഏറ്റവും നല്ല ഡിസ്ട്രിബ്യൂട്ടർ പാർട്ട്നേഴ്സിനെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിലെത്തി തന്നെ ചിത്രം കാണുന്നവരെ കൂടെ വരവെന്ന ഈ ഷാജി കൈലാസ് ജോജോ ജോർജ് സിനിമ ജൂലൈ 16-ാം തീയതി റിലീസ് ചെയ്യാണ്. അപ്പൊ ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എല്ലാവരും ചിത്രം കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾ ഇവിടെ നൽകിയ അതേ സപ്പോർട്ട് തിയേറ്ററിലും നൽകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഒഫീഷ്യൽ ഇവന്റ് ഇവിടെ അവസാനിക്കുകയാണ്.